ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AN വ്ലോഗ്സ്. ഐ എം നന്ദന. അപ്പോൾ നമ്മുടെ മാത്സ് പബ്ലിക് എക്സാം SSLCയുടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം മര്യാദയ്ക്കൊരു വേ ഓഫ് സ്റ്റഡി നടന്നിട്ടില്ല. ഞാൻ തൊട്ടാണ് ഞാൻ ശരിക്കും ഒന്ന് മാത്സിന്ന് ഓരോ പാഠങ്ങൾ ഇതൊന്ന് നോക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഓരോ പാഠം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ചിലതൊക്കെ തീരെ അറിയാത്തത് അങ്ങനെ നോക്കി, അല്ലാത്തതൊക്കെ ഞാൻ സൈലത്തിൽ ഓൾ ഇക്വേഷൻസ് വീഡിയോ കണ്ടതിന് ശേഷം അത് പഠിച്ചിട്ട് പിന്നെ അവരുടെ ക്ലാസ് വീഡിയോസ് കണ്ടിട്ട് അത് ചെയ്ത് നോക്കലായിരുന്നു പണി. ഇന്നും ഇന്നലെയൊക്കെ ഫുള്ളായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല, ഇപ്പോഴും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മാത്സിൽ ടിപ്പായിട്ട് പറയാനായിട്ട് നമ്മൾ കുറച്ച് പേപ്പറിൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്ന ആൻസർ ഷീറ്റ് എക്സ്ട്രാ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മൊത്തം എല്ലാ പാഠത്തിൻ്റെയും ഇക്വേഷൻസ് എഴുതി വെച്ചു. ഇങ്ങനെയുള്ളത് ഇക്വേഷൻസ് എഴുതി വെച്ചാൽ മാത്രം പോരാ, നമ്മളതിൽ എനിക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ മലയാളം കൂടി എഴുതി വയ്ക്കും, അല്ലെങ്കിൽ പിന്നീട് അടുത്ത് നോക്കുമ്പോൾ ഒന്നും കത്തില്ല. അപ്പോൾ മലയാളം കൂടി അത് മനസ്സിലാക്കാനുള്ള എന്താണെന്നുള്ളത് എഴുതി വയ്ക്കും കൂടി ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച് ആദ്യം അത് പഠിച്ചു. ഫുൾ ഇപ്പോഴും പഠിച്ചിരുന്നില്ല, 2 പാഠത്തിൻ്റെ കണ്ട് പഠിക്കാനുണ്ട്, അത് പഠിക്കും ഇന്ന് തന്നെ. അപ്പോൾ അതങ്ങനെ പഠിച്ചിട്ട് പിന്നെ ക്ലാസ്സുകൾ കാണുകയാണ്, ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. കുറേ ചെയ്ത് നോക്കി ബോറടിക്കുമ്പോൾ പിന്നെ ഞാൻ കുറേ നേരം TV കണ്ടിരിക്കും. അങ്ങനെ ഇന്ന് എത്തി. അപ്പോൾ ഉണ്ണി രാത്രി അപ്പോൾ തണ്ണിമത്തനൊക്കെ നന്നാക്കുകയാണ്. എൻ്റെ സ്റ്റഡീസൊക്കെ ആയിട്ട് ഞാനപ്പോൾ അവനെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അതൊക്കെ നന്നാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും മാത്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ ഞാൻ പിന്നെ ഫസ്റ്റ് ടേം തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ സ്റ്റാപ്ലൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ കുറേ സബ്ജക്റ്റിൻ്റെയൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അവസാനമായപ്പോൾ ഞാനത് എടുത്തില്ല, ടൈമില്ലാണ്ട്. ഇപ്പോൾ മാത്സിന് കാരണം നാളത്തെ ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ നാളത്തെ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ആൻസർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി വൈസൊക്കെ എങ്ങനെ പോകുന്നു? ഇനി വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ മിക്കവാറും പരീക്ഷയുടെ തലേദിവസം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും എടുത്ത് നോക്കുന്നുണ്ടാവുക. പിന്നെ അതുപോലെ ചില പാഠങ്ങൾ 2-3 പാഠങ്ങളൊക്കെ ഇനിയും ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നാളെ രാവിലെയൊക്കെ നേരത്തെ ഇരുന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനി ഒട്ടും ടൈമില്ലല്ലോ. നാളെ പിന്നെ നേരത്തെ പഠിച്ചതിന് ശേഷം പിന്നെ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ പിന്നെ ഇതിൽ ഗൂഗിളിൽ എടുത്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് അതിൽ ശരി നോക്കിയിട്ട് ടിക്കിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇനി 2 പാഠങ്ങളും കൂടി ഉണ്ട്. സോളിഡ്സ്, സെക്കൻഡ് ഡിഗ്രി സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. ബാക്കിയുള്ളത് ഫുള്ളായി എന്നല്ല പറയുന്നത്, ബാക്കിയുള്ളതൊക്കെ ഏകദേശമൊക്കെ അറിയാം. പക്ഷേ സോളിഡ്സ് ഇക്വേഷൻ പഠിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്കത് ക്വസ്റ്റ്യൻസൊക്കെ കുറേ ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് സോളിഡ്സ് ആണ് തോന്നുന്നത്. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും. പിന്നെ അങ്ങനെ കഴിഞ്ഞ 2 മാർക്ക് ചോദ്യം വന്നാൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ ബൈ.